എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ വന്ദനം. ഇന്ന് നമ്മളെ ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ തുടർന്നുള്ള വിശദീകരണത്തിൽ രണ്ട് ഭാഗം ചിന്തിക്കാമെന്നാണ്. ബൈബിൾ എന്ന് പറയുന്നത് ഏറ്റവും താണ രീതിയിൽ ജീവിച്ച വിവരവും ബുദ്ധിയില്ലാത്ത മനുഷ്യരുടെ സൃഷ്ടികളാണെന്നും പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നും അനർത്ഥങ്ങളിൽ നിന്നുമൊക്കെ രക്ഷപ്പെടാൻ സങ്കല്പിച്ചുകൊണ്ട് എഴുതിയിട്ടുള്ള ഒരു നിവാരണ മാർഗമാണെന്നൊക്കെയാണ് നിരീശ്വരവാദികളും യുക്തിവാദികളും അവകാശപ്പെടുന്നത്. നമ്മളിങ്ങനെ ബൈബിൾ തുടരെ പഠിക്കുമ്പോൾ ഇതിൻ്റെ യുക്തിഭംഗം എന്താണെന്നും ഇതിൽ യുക്തിക്ക് ചേരുന്ന വിധത്തിൽ കാര്യങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നതും വ്യക്തമായിട്ട് കാണാൻ കഴിയുന്ന വിധത്തിലാണ് ഇതിൻ്റെ വിശദീകരണം നമ്മൾ ആരംഭിച്ചിരിക്കുന്നത്. സംശയമുള്ളവർക്ക് വീണ്ടും വീണ്ടും അത് പരിശോധിക്കുവാനും യുക്തിവാദികൾക്കും നിരീശ്വരവാദികൾക്കും തൃത്വവാദികൾക്കും പരിണാമവാദികൾക്കുമൊക്കെ വേണ്ടുന്ന ഉത്തരം ഇതിനകത്ത് ലഭിക്കുന്നതുമാണ് എന്ന് ഓർപ്പിക്കുക. ഇന്ന് നമ്മൾ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 20 മുതൽ 25 വരെയുള്ള ഭാഗത്തെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. വളരെ ലളിതമാണ്, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഒരുപാട് വ്യാഖ്യാനിക്കേണ്ട വിഷയങ്ങളൊന്നും തന്നെ അതിലില്ല. 5ഉം 6ഉം ദിവസം അതിൽ ദൈവം ചെയ്യുന്ന പ്രവർത്തനങ്ങൾ. 20ാമത്തെ വാക്യം മുതൽ നമുക്കൊന്ന് വായിക്കാം. വെള്ളത്തിൽ ജലജന്തുക്കൾ കൂട്ടമായി ജനിക്കട്ടെ, ഭൂമിക്ക് മീതെ ആകാശവിധാനത്തിൽ പറവജാതി പറക്കട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. ദൈവം വലിയ തിമിംഗലങ്ങളെയും വെള്ളത്തിൽ കൂട്ടമായി ജനിച്ച് ജനിക്കുന്ന അതത് തരം ജീവജന്തുക്കളെയും അതത് തരം പറവജാതിയെയും സൃഷ്ടിച്ചു. നല്ലതെന്ന് ദൈവം കണ്ടു. നിങ്ങൾ വർദ്ധിച്ചു പെരുകി സമുദ്രത്തിലെ മത്സ്യത്തിൽ നിറവിൽ, പറവജാതി ഭൂമിയിൽ പെരുകട്ടെ എന്ന് കൽപ്പിച്ചു. ദൈവം അവയെ അനുഗ്രഹിച്ചു. സന്ധ്യയായി ഉഷസ്സുമായി 5-ാം ദിവസം. അതത് തരം കന്നുകാലി, ഇഴജാതി, കാട്ടുമൃഗം, ഇങ്ങനെ അതത് തരം ജീവജന്തുക്കൾ ഭൂമിയിൽ നിന്ന് ഉളവാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. അങ്ങനെ സംഭവിച്ചു. ഇങ്ങനെ ദൈവം അതത് തരം കാട്ടുമൃഗങ്ങളെയും അതത് തരം കന്നുകാലികളെയും അതത് തരം ഭൂചര ജന്തുക്കളെയും ഉണ്ടാക്കി. നല്ലതെന്ന് ദൈവം കണ്ടു. 26-ാം വാക്യം മുതലുള്ളത് കുറെ കൂടി ഗഹനമായ വിഷയങ്ങളായതുകൊണ്ട് അത് നമുക്ക് അടുത്ത വീഡിയോയിൽ അതിൻ്റെ അർത്ഥവും അതിൻ്റെ പൊരുളും ചിന്തിച്ചു പോകാം എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ 5ഉം 6ഉം ദിവസം, 6-ാം ദിവസത്തിൻ്റെ ഒടുവിലാണ് മനുഷ്യനെ സൃഷ്ടിക്കുന്നത്. 5-ാം ദിവസം വെള്ളത്തിലുള്ള ജലജന്തുക്കൾ കൂട്ടമായി ജനിക്കട്ടെ, ആകാശത്ത് പറവജാതി പറക്കട്ടെ. ദൈവം അവരെ അനുഗ്രഹിക്കുന്നു. നിങ്ങൾ പെരുകി ഭൂമിയിൽ നിറവിൽ എന്ന് ദൈവം അനുഗ്രഹിച്ചു. അതത് തരം കന്നുകാലി, ഇഴജാതി, കാട്ടുമൃഗം, ഇതെല്ലാം 6-ാം ദിവസമാണ് സൃഷ്ടി. ഇത് ഭൂമിയിൽ നിന്ന് ഉളവാകട്ടെ എന്നാണ്. ഈ ജന്തുക്കൾ ഭൂമിയിൽ നിന്നുളവാകട്ടെ. വെള്ളത്തിൽ ജലജന്തുക്കൾ കൂട്ടമായി ജനിക്കട്ടെ എന്നാണ്. ശാസ്ത്രം പറയുന്ന ഒരു കാര്യം ശ്രദ്ധിക്കണം. വെള്ളത്തിലാണ് ജീവന്റെ അംശമുണ്ടായതെന്ന. ഇവിടെ ആകാശത്ത് പറവജാതി പറഞ്ഞ കാര്യം അവർ മറന്നുപോയി. അവിടെ ജീവന്റെ അംശം എവിടെ നിന്നാണ് ഉണ്ടായതെന്നറിയാൻ പറ്റും. കാട്ടിലെ മൃഗങ്ങളെ കുറിച്ചാണ്. അതുതരം കന്നുകാലി, ഇഴജാതി, കാട്ടുമൃഗങ്ങൾ, ഇവ ഭൂമിയിൽ നിന്നുള്ളവാകട്ടെ എന്നാണ്. അപ്പോൾ വെള്ളത്തിൽ നിന്നാണോ ജീവനുണ്ടായത്, ആകാശത്തിൽ നിന്നാണോ ഭൂമിയിൽ നിന്നാണോ എന്നുള്ള കാര്യത്തിലൊന്നും ഈ
ഈ യുക്തിവാദികൾക്കും നിരീശ്വരവാദികൾക്കും വ്യക്തമായ ഒരു ഉത്തരം പറയാൻ സാധിക്കുന്നില്ല. അങ്ങനെ സാധിക്കാത്തിടത്തോളം കാലം അടിസ്ഥാനമില്ലാത്ത ആശയങ്ങളുടെ മുകളിൽ നിന്നുകൊണ്ട് വേദപുസ്തകം ഒരു പഴഞ്ചൻ ഗ്രന്ഥമാണെന്നും വിഡ്ഢികളുടെ ഗ്രന്ഥമാണെന്നും ഒക്കെ ഉറക്കെ പ്രസംഗിച്ചുകൊണ്ട് ജനങ്ങളെ മണ്ടന്മാരാക്കുന്ന പടുമണ്ടന്മാരുടെ കൂട്ടം ഇന്ന് വളരെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനെക്കുറിച്ച് ഭാവി കാലത്ത് ചിലർ വ്യാജാത്മാക്കളെയും ഭൂതങ്ങളുടെ ഉപദേശങ്ങളെയും ആശ്രയിച്ച് വിശ്വാസം ത്യജിക്കുമെന്ന് അപ്പോസ്തലൻ 1-ാം നൂറ്റാണ്ടിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇന്ന് നമ്മൾ കേൾക്കുന്നതായ വാർത്തകളൊക്കെ ആയിരത്തിൽപ്പെട്ടതാണ്. ഇപ്പോൾ ഒരു പുതിയ വാർത്തയുടെ കോളിളക്കം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭൂമിയിലേക്ക് എലിയൻസ് വരുന്നു എന്നാണ്. എലിയൻസ് വന്ന് മനുഷ്യനെ തകർത്തുമെന്ന് വീഡിയോകളിൽ വാർത്തകൾ ഇട്ടുകൊണ്ട് മനുഷ്യരെ പ്രകോപിപ്പിക്കുന്ന വിധത്തിലുള്ള വാർത്തകൾ. ഇതിനെക്കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. മനുഷ്യൻ കെട്ടുകഥകളിലേക്കും കിഴവിക്കഥകളിലേക്കും തിരിയുന്ന കാലം വരും എന്ന് അപ്പോസ്തലൻ പറഞ്ഞു. അപ്പൊ ഈ വിധത്തിലുള്ള കെട്ടുകഥകളും കിഴവിക്കഥകളും ഇന്ന് വളരെ പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇങ്ങനെ പ്രചരിപ്പിക്കുന്നതിന്റെ ഉദ്ദേശം മനുഷ്യൻ യഥാർത്ഥമായ സത്യം എന്താണെന്ന് തിരിച്ചറിയാൻ വേണ്ടി അതിലേക്ക് ശ്രദ്ധ തിരിക്കാതിരിക്കാനുള്ള വഴികളാണിത്. മന്ത്രവാദം, കൂടോത്രം, വെളിച്ചപ്പാടന്മാര്, പിന്നെ കൊന്തമാല, ചന്തമാല എന്നൊക്കെ പറഞ്ഞ് കുറെ മാലയുടെ പേരിൽ അങ്ങനെ പ്രവാചകന്മാരും യേശുക്രിസ്തുവും അപ്പോസ്തലന്മാരും പറഞ്ഞിട്ടുള്ള വചനങ്ങളെ പുറകിലെറിഞ്ഞുകൊണ്ട് ഈ 20 നൂറ്റാണ്ടിന് ശേഷം മനുഷ്യൻ ഇങ്ങനെയുള്ള കെട്ടുകഥകളെ ആശ്രയിച്ചുകൊണ്ടാണിത്. ഒരു ഭാഗത്ത് ലോകാവസാനത്തെക്കുറിച്ച് പറഞ്ഞ് മനുഷ്യനെ പേടിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഇതെല്ലാം ഓരോരുത്തരുടെയും മനസ്സിൽ തോന്നുന്ന ചില സങ്കല്പങ്ങളുടെയും ആശയങ്ങളുടെയും പേരിലുള്ള വാർത്തകളാണ്. വിശുദ്ധ വേദപുസ്തകത്തിന്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെയുള്ള ഒരു ഒളിവാർത്തകൾക്കും വിലയില്ല എന്ന് നമുക്ക് വേദപുസ്തകം പഠിക്കുമ്പോൾ മനസ്സിലാക്കാം. അങ്ങനെ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സംരംഭത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ 1-ാം അധ്യായത്തിൽ പറയുന്ന ഈ ജീവനുള്ള സൃഷ്ടികളെല്ലാം ഒരു പൊതു പൂർവികനിൽ നിന്ന് ഉണ്ടായതാണെന്നാണ് എവല്യൂഷൻ തിയറി പറയുന്നത്. എങ്ങനെയാണ് ഒരു പൂർവികനിൽ നിന്ന് പക്ഷികൾ, മൃഗങ്ങൾ, മത്സ്യങ്ങൾ, കന്നുകാലികൾ, മനുഷ്യൻ ഇതെല്ലാം ഒറ്റ പൂർവികനിൽ നിന്ന് ഉണ്ടായതാണ്? വേദപുസ്തകം പറയുന്നത് അതത് തരം ഇഴജാതി, കന്നുകാലി, അതത് തരം കാട്ടുമൃഗങ്ങൾ, അതത് തരം വൃക്ഷങ്ങൾ, സസ്യങ്ങൾ, പുല്ലുകൾ, ഇതിനെല്ലാത്തിനും അതത് തരത്തിൻ്റെതായ പൂർവികന്മാർ ഉണ്ടെന്നാണ് വേദപുസ്തകം പറയുന്നത്. ഒരു മരത്തിന് പല ശാഖകൾ ഉള്ളതുപോലെയാണ് പരിണാമം എന്നാണ്. ഒരു മരം വളർന്ന് വലുതായി അതിന് പല ശാഖകൾ ഉണ്ടാകുന്നു, ഇലകൾ, പൂവ്, കായ, ഇങ്ങനെ. അപ്പോൾ ഈ സൃഷ്ടവസ്തുക്കളെല്ലാം പരിണാമമാകുന്ന ഈ ഒരു മരത്തിൽ നിന്നുണ്ടായതാണ്. അങ്ങനെ ഭാഗ്യവശാൽ അതിൽ നിന്ന് മനുഷ്യനും ഉണ്ടായി. ഭാഗ്യവശാൽ മനുഷ്യന് മാത്രം വിശേഷ ബുദ്ധി ഉണ്ടായി. അതൊരു വലിയ കുരുത്തമായി പോയി. മറ്റുള്ള ജീവജാലങ്ങൾക്കൊന്നും വിശേഷ ബുദ്ധിയില്ല. അവർക്ക് അത്യാവശ്യം ജീവിക്കാനുള്ള സാമാന്യ ബുദ്ധി മാത്രമേ ഉണ്ടായിരുന്നു. അപ്പൊ മനുഷ്യൻ എന്ന് പറയുന്ന ആ സൃഷ്ടി, അതിൻ്റെ വിശേഷം, അതിൻ്റെ ഉദ്ദേശം, അതിൻ്റെ ലക്ഷ്യം
എന്നീ വിഷയങ്ങളെക്കുറിച്ചുള്ള പഠനത്തിലേക്ക് നമുക്ക് അടുത്ത ദിവസം പ്രവേശിക്കാമെന്ന് വിചാരിക്കുക. അപ്പം ഈ 6 ദിവസത്തെ സൃഷ്ടിവേലകൾ ഒന്നിനൊന്ന് ബലപ്പെട്ടു വന്നുകൊണ്ട് മനുഷ്യന്റെ പ്രയോജനത്തിനായി ഉതകുന്ന വിധത്തിൽ ആക്കി തീർത്തിട്ട് ദൈവം 6-ാം ദിവസത്തിന്റെ ഒടുവിൽ മനുഷ്യനെ സൃഷ്ടിക്കുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. ഇതൊന്നും ദൈവത്തിന്റെ സൃഷ്ടിയല്ല, ഇതിങ്ങനെ യാദൃച്ഛികമായി സംഭവിച്ച ചില സംഭവ വികാസങ്ങളാണ് എന്ന് മനുഷ്യൻ ഭാവിയിൽ പറയുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഉൽപ്പത്തി പുസ്തകത്തിന്റെ 1-ാം വാക്യം ആരംഭിച്ചിരിക്കുന്നത്. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. അവിടെ ദൈവം എന്ന് ചേർത്തില്ലെങ്കിൽ ആളുകൾ ചോദിക്കും, ഇതാരാണ് സൃഷ്ടിച്ചതെന്ന്. അപ്പൊ ഈ ചോദ്യം ചോദിക്കുന്ന ദൈവത്തിന് അറിയാവുന്നതുകൊണ്ടാണ് ദൈവം തന്നെയാണ് സൃഷ്ടിച്ചതെന്ന് പറഞ്ഞ് ഈ പുസ്തകം ആരംഭിക്കുന്നത്. അപ്പൊ ഈ വിഷയത്തെക്കുറിച്ച് നമുക്ക് പിൻവരുന്ന ദിവസങ്ങളിൽ കൂടുതൽ ഇതിന്റെ നിഴൽ പൊരുൾ ബന്ധത്തിന്റെ അർത്ഥത്തിൽ പഠിക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് ഇപ്പോൾ ഈ തൽക്കാലം ഇവിടെ നിർത്തുകയാണ്.